ശ്രീ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് ബോച്ച എന്നറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. 33 കോടി രൂപ സമാഹരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു വീഡിയോ. അതിനകത്ത് അമ്മ ആ 1 ലക്ഷം രൂപ കൊടുക്കുന്ന നന്മ തികച്ചും അഭിനന്ദനാർഹം. പക്ഷെ എന്നെ അതിനേക്കാൾ കൂടുതൽ ആകർഷിച്ചത് ആ അമ്മയുടെ ഒരു ശൈലി, അവർ തമ്മിലുള്ള സ്നേഹപ്രകടനം. നോക്കൂ, ആ അമ്മയുടെ ഒരു വേഷവിധാനം നോക്കൂ. വളരെ ലളിതമായ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അമ്മമാര് അല്ലെങ്കിൽ വീട്ടമ്മമാരൊക്കെ ഇടുന്ന ഒരു സാധാരണ ഒരു നൈറ്റി. അവരുടെ 2 കൈകളിൽ നോക്കൂ, ഒരു വള പോലും ഇല്ല. സ്വർണ്ണാഭരണം എന്ന് പറയാനായിട്ട് അവരൊരു മോതിരം ധരിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഒരു മാല. അത് വളരെ നേരിയ ഒരു ചെറിയ ഒരു മാലയാണ് ധരിച്ചിട്ടുള്ളത്. കമ്മല് ഞാൻ സൂം ചെയ്ത് നോക്കി, എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ ചെറിയ ഒരു കമ്മല്. അതായത് കേരളത്തിലെ അതിസമ്പന്നനായ ഒരു മനുഷ്യന്റെ, ഒരു സ്വർണ്ണക്കട മുതലാളിയുടെ, സ്വർണ്ണ വ്യാപാരിയുടെ അമ്മയാണ് എന്നോർക്കണം. ഇത്രയും ലളിതമായിട്ട് അവർ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു സ്നേഹപ്രകടനം, ബോബി ചെമ്മണ്ണൂർ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അവരുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. തികച്ചും വളരെ അഭിമാനം തോന്നി. ഒരു അമ്മ ഒരു മകനെ ഇത്രയും നല്ല ഒരു മനസ്സുള്ള ഒരു മകനായിട്ട്, ലാളിത്യമുള്ള ഒരു മനുഷ്യനായിട്ട് വളർത്താൻ കഴിഞ്ഞു എന്നത് ആ അമ്മയുടെ ജീവിത ശൈലി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. വെറുതെയല്ല ബോബി ചെമ്മണ്ണൂർ ഈ രീതിയിൽ ഇത്രയും ലളിതമായിട്ട് നടക്കുന്നത് എന്ന്. കാരണം ഇത് അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് ലഭിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മക്കള്, നമ്മുടെ യുവതലമുറയും നമ്മുടെ അമ്മമാരും ഒക്കെ കണ്ട് പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇല്ലാത്ത കാശ് വാങ്ങിച്ചിട്ട് കയ്യിൽ ഈ 2 വളയെങ്കിലും ഒരു കയ്യിൽ ഇല്ലാത്ത സ്ത്രീകളെ നമ്മൾ കാണാറില്ല. ഇനി സ്വർണമില്ലെങ്കിലും മുപ്പണ്ടമെങ്കിലും അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് എങ്കിലും വാങ്ങിച്ച് ഇടുന്ന ഒരു സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഭൂരിപക്ഷവും. അവരുടെ ഇടയിൽ ഇത്രയും കോടീശ്വരിയായിട്ടുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഒരു മകന്റെ അമ്മ ഇത്രയും വ്യത്യസ്തമായി നിൽക്കുന്നത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കേണ്ടത് മനുഷ്യർ എന്ന് ചിന്തിച്ചു പോകുന്നു. എന്തായാലും ഇത് ഒരു മാതൃകയാണ്. നമ്മുടെ അമ്മമാര്, സ്വർണത്തിന് വേണ്ടിയും മറ്റും ബഹളം കൂട്ടുന്ന അമ്മമാര്, സ്ത്രീകൾ ഒക്കെ കണ്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ അവർ തമ്മിലുള്ള സ്നേഹവും കണ്ടുപിടിക്കണം. ഇതുപോലെയുള്ള സ്നേഹവും സന്തോഷവും മൂല്യങ്ങളും അല്ലേ നമ്മുടെ നാട്ടിലെ മക്കൾക്കും അമ്മമാർക്കും വേണ്ടത്, അല്ലേ? എന്തായാലും ശ്രീ ബോബി ചെമ്മണ്ണൂർ, പ്രിയപ്പെട്ട ബോച്ചെ, നിങ്ങൾ ഭാഗ്യവാനാണ്. സ്വത്തിന്റെ കാര്യത്തിലല്ല ഞാൻ പറയുന്നത്. ഇത്രയും നല്ല ഒരു അമ്മയെ ലഭിച്ചതിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. മറ്റെല്ലാം നിങ്ങൾക്ക് രണ്ടാമത് മാത്രം വരുന്ന കാര്യമാണ്.